ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി കിറ്റ്കാറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു കിറ്റ്കാറ്റ് കേക്ക്. സാധാരണ കിറ്റ്കാറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു പിക്ചർ ആവില്ലേ വരിക. അപ്പോൾ അങ്ങനെയല്ലാതെ നമുക്ക് നല്ല അടിപൊളി കിറ്റ്കാറ്റ് ഫ്ലേവറിലുള്ള കേക്ക് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കഴിച്ചാലും മതി വരില്ല, അത്ര കിഡിലൻ ടേസ്റ്റാണ് ഈ ഒരു കേക്കിന്. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്കൊരു അരിപ്പയിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദയും 1/4 കപ്പ് അളവിൽ കോക്കോ പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ പറ്റുവാണെങ്കിൽ 2-3 തവണ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കേക്ക് 3/4 കിലോ വെയിറ്റ് വരുന്ന കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര 1 കിലോനൊക്കെ ആക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ 3/4 കപ്പ് അളവിൽ മൈദയും 1/4 കപ്പ് അളവിൽ കോക്കോ പൗഡർ എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം ഒരു ബൗളിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമ്മൾ പതിവ് പോലെ എല്ലാ കേക്ക് റെസിപ്പിയും ചെയ്യുന്ന പോലെ തന്നെ 1 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ചായിട്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്തിട്ട് നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ ഹൈ സ്പീഡിലിട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1/2 കപ്പ് അളവിൽ പൊടിക്കാത്ത പഞ്ചസാരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 3/4 കപ്പ് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായിട്ട് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. സൺഫ്ലവർ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതോ ചേർത്ത് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ബീറ്ററിൻ്റെ ബ്ലേഡ് അങ്ങ് മാറ്റാം. എന്നിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. ബിഗിനർ ആണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വേറെ കേക്ക് വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാം, ഞാൻ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാറുണ്ട്. ലോ സ്പീഡിലിട്ടിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒരേ ഡയറക്ഷനിൽ അങ്ങ് ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയ ചൂടാണ്, കൂടുതലായിട്ട് ചൂടുള്ളത് ചേർക്കരുത്. വെള്ളത്തിന് പകരം ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുത്താലും മതി. വീണ്ടും ഒരേ ഡയറക്ഷനിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേക്ക് ടിന്നെ. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് നമുക്ക് 20 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് പാന് പ്രീഹീറ്റ് ചെയ്യാനുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് 20 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിലേക്ക് വേണ്ട ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടുള്ള ക്രീമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചൂടോടെ തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടും. ഇനിയിപ്പോൾ മെൽറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ ഒരു ചൂടുള്ള വെള്ളം എടുക്കുക ഒരു പാനിൽ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ബൗൾ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് അങ്ങ് മെൽറ്റായിട്ട് വന്നോളൂ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കേണ്ട കാര്യമില്ല. നമുക്ക് കേക്കൊക്കെ റെഡി ആകുമ്പോഴേക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കും. ഇനിയിപ്പോൾ നല്ല തിക്കായി പോവുകയാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഒരു സ്റ്റിക്കോ സ്ക്യൂവറോ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് കേക്കിൻ്റെ ചൂടൊക്കെ മുഴുവനായിട്ട് മാറിയതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിൽ നിന്നും ഈ കേക്ക് എടുത്തിട്ട് നമുക്ക് എത്ര ലെയറാണോ വേണ്ടത് അതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം. അടുത്തതായി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 3/4 കപ്പ് അളവിൽ ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ക്രീം ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ചോക്ലേറ്റ് ഗനാഷിൽ നിന്നും ഒരല്പം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര കളറാണോ അല്ലെങ്കിൽ എത്ര ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണോ വേണ്ടിയത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊക്കോ പൗഡറും ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു കേക്ക് ബോർഡിൻ്റെ താഴെ ഒരു ടിഷ്യൂ വെറ്റ് ചെയ്തിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കേക്ക് ബോർഡ് ഐസിങ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് കേക്ക് ബോർഡിൽ ഒരല്പം ക്രീം ആക്കി കൊടുക്കണം. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആസ് യൂഷ്വൽ നമ്മുടെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പായിട്ട് ഇവിടെ 3/4 കപ്പ് അളവിൽ വെള്ളവും 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കാം. വെറ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ ക്രീം വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ആ വെള്ളത്തിന് മുകളിൽ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്രീം അങ്ങ് സ്ലിപ്പായിട്ട് പോകും, നമുക്ക് കറക്റ്റായിട്ട് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതാ ഞാൻ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഓരോ ലെയറും ചെയ്തെടുക്കാം. ഓരോ ലെയറിലും നമ്മൾ കിറ്റ്കാറ്റ് ഒന്ന് പൊടിച്ചത് ഇതിൻ്റെ ഓരോ ലെയറിലും ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ഈ കേക്ക് കഴിക്കുമ്പോൾ ആ കിറ്റ്കാറ്റിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ ഈ കേക്കിനായിട്ട് ഞാൻ യൂസ് ചെയ്ത കിറ്റ്കാറ്റ് ഇതാ ഈ ഒരു 25 രൂപയുടെ കിറ്റ്കാറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കിറ്റ്കാറ്റിൻ്റെ 3 കിറ്റ്കാറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഈ കേക്കിന് 3/4 കിലോ വെയിറ്റും വരുന്നുണ്ട്. അപ്പോൾ സാധാരണ ഇപ്പോൾ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ കാണിച്ച കിറ്റ്കാറ്റ് കേക്കില്ലേ, അതിന് 950 ആണ് വാങ്ങുന്ന റേറ്റ്. ഇങ്ങനെയുള്ള നോർമൽ കിറ്റ്കാറ്റ് കേക്കിന് 850 ആണ് വാങ്ങുന്ന റേറ്റ്. അപ്പോൾ നമുക്ക് ഓരോ ലെയറിൻ്റെ ഇടയിലും ഇതേപോലെ കിറ്റ്കാറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കിറ്റ്കാറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓരോ ലെയറും ചെയ്തെടുക്കാം. അവസാന ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം കേക്ക് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് ഇതിൻ്റെ ക്രംസൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ചധികം ക്രീം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കേക്ക് മുഴുവനായിട്ട് നമുക്ക് ക്രീം വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സൈഡിലൂടെ സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ സൂക്ഷിക്കാം. അപ്പോൾ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 1/2 മണിക്കൂർ മിനിമം ഒരു 1/2 മണിക്കൂർ സൂക്ഷിച്ചതിന് ശേഷം മാത്രമേ ഇതിന് മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോഴാണ് ആ ചോക്ലേറ്റ് ഗനാഷ് നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ മുകളിൽ അങ്ങ് നിൽക്കുകയുള്ളൂ. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഞാൻ ബോർഡറിന് പകരം നമ്മുടെ കിറ്റ്കാറ്റ് ഒന്ന് പൊടിച്ച് എടുത്തതാണ് ഇതിന് സൈഡിലൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലൊരു ബോർഡർ വരയ്ക്കാനായിട്ട് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ അങ്ങ് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഒരു സ്റ്റാർ നോസിൽ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ട് 3/4 കിലോനാണ്. 1 kgക്ക് 850 രൂപയാണ് ഈ ടൈപ്പ് കിറ്റ്കാറ്റ് കേക്കിന് വാങ്ങുന്ന റേറ്റ്. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്